ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ പിണറായി വിജയൻ തന്നെ എഴുതിയ ലേഖനത്തിൽ ഒരു മൂന്നാമതൊരു ഭരണം കൂടി അടുത്ത ഒരു ടേം കൂടി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അതിനൊരു പിന്തുണ ജനങ്ങൾ നൽകുന്നതിനൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അതെ ജിൽസി, മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ലേഖന പരമ്പര അദ്ദേഹം ഇന്നലെ എഴുതിയിരുന്നു. ഇന്നലെയാണ് ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചത്. ഇന്ന് സർക്കാരിന്റെ തുടർഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് തുടരാനുള്ള അവസരം വീണ്ടും ലഭിക്കും, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി ആ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നത്. ജനപിന്തുണയിൽ ഉറച്ച മുന്നേറ്റം എന്ന പേരിലാണ് ആ ലേഖനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയിരിക്കുന്നത്. വികസന പദ്ധതികൾ പൂർത്തീകരിക്കും, സാമൂഹ്യക്ഷേമം ഉറപ്പാക്കുന്നതിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നൂതന മാതൃകകൾ കണ്ടെത്തി കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത്. ആരോപണങ്ങൾക്കും വ്യാജ നിർമ്മിതികൾക്കും ജനങ്ങൾക്ക് മുന്നിൽ സ്വീകാര്യത ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെതിരായ വിമർശനങ്ങൾ കൂടിയുണ്ട് ജിൽസി. അതിനകത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണുള്ളത്. ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷത്തെ ചിലർക്ക് കഴിയുന്നില്ല എന്ന വിമർശനം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം, കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത് മൂന്നാമത്തെ ഭരണമാണ്. ആ മൂന്നാമത്തെ ഭരണം കിട്ടുമെന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നത്. എന്തായാലും ഒരു ഭരണ തുടർച്ചയിൽ കൂടെയാണ് മുഖ്യമന്ത്രിയും നേതാക്കളും കണ്ണുവെക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ലേഖനത്തിലൂടെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സേഫ് സൈൻ ലാബ്ദീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.